അപ്പോൾ മാർച്ച് 12 ഉടമ്പടി എടുത്തിട്ട് ഞാൻ 20 ആലപ്പുഴ ഇതിലെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു പോകുന്നത്. അപ്പോൾ 20 ഞാൻ രാവിലെ ഇവിടെ വന്ന് ടോക്കൺ കാണിച്ച് എൻ്റെ ഹോൾ ടിക്കറ്റ് കാണിച്ച് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്ങും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനോടൊപ്പം എൻ്റെ മമ്മിക്ക് ബ്രസ്റ്റിൽ 6 മുഴയുണ്ടായിരുന്നു, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ. അപ്പോൾ അത് ഞാൻ അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്കൊരു കാശിരൂപം തന്നു വിട്ടു. അത് ഞാൻ മമ്മിയുടെ മാലയെ കൊണ്ടിട്ടു. ഞാൻ എക്സാം എഴുതി, റിസൾട്ട് വന്നു. ഞാൻ നല്ലതായിട്ട് പൊട്ടി. അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ ശരിക്കും കരഞ്ഞു. അമ്മേ, നിന്നോട് അടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇത്രമാത്രം അടുക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെ ഫെയിലായത്? എന്നെ അങ്ങയുടെ സാക്ഷിയായി ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നോട് ചോദിച്ചു, നീ മാതാവിൻ്റെ വലിയതായിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ? നീ ദൈവത്തെ നന്നായിട്ട് അറിയുന്നില്ല, പിന്നെ നീ എന്താ ഫെയിലാവുന്നേ? ഞാൻ പഠിക്കാൻ അത്ര ബുദ്ധിയുള്ള ആളൊന്നും അല്ല, എങ്കിലും ഞാൻ അമ്മ മാതാവിനെ ശരിക്കും വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ 2 ഡേറ്റ് കൂടെ എടുത്തു, ഒന്ന് ചെന്നൈയിലും ഒന്ന് തിരുവനന്തപുരത്തും. അപ്പോൾ ഞാൻ ചെന്നൈ വീണ്ടും പോയി എക്സാം എഴുതി അതിൻ്റെ റിസൾട്ടും വന്നു. 60 മാർക്ക് വേണം പാസ്സാകാൻ. 57 മാർക്ക് 2 മൊഡ്യൂളിനും കിട്ടി. വീണ്ടും ഫെയിലായി.